ഫിക്സഡ് ഡെപ്പോസിറ്റും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മിലുള്ള സിമിലാരിറ്റിയുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. RupeeMonk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. നമുക്ക് എമർജൻസി ആയിട്ടൊരു ആശുപത്രി കേസ് വന്നു, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടൊരു വീട്ടിലൊരു ആവശ്യം വന്നു, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഒരു ഡെപ്പോസിറ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തിട്ട് ആ പണം ഉപയോഗിക്കും. അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആസ്തികളുണ്ടെന്നുണ്ടെങ്കിൽ അത് പണയം വെച്ചോ വിറ്റോ ഒക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സ്കീമുണ്ട്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസസുമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്കീമുകളും 3 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ആവശ്യം വരുന്ന പണം സൂക്ഷിക്കാനുള്ള നല്ല ഉപാധികളാണ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിലായാലും അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലായാലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം കിട്ടാൻ സാധ്യതയുള്ള രണ്ട് സ്കീമുകളാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും വരുമാനം കിട്ടും. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ അതേ വരുമാനം തന്നെ, അല്ലെങ്കിൽ അതേ വരുമാനത്തിൽ നിന്ന് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചെറിയൊരു റിസ്ക് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നു. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം നിക്ഷേപമാണ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ, അല്ലേ? അപ്പോൾ ആ ഡെപ്പോസിറ്റുകളിൽ സാധാരണ നമ്മളൊരു കൃത്യം ദിവസത്തേക്ക് നമ്മൾ പൈസ ഇടും, അതിനൊരു കൃത്യമുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റിൽ നമ്മൾ ഡ്യൂ ആവുന്ന ആ ഡേറ്റിൽ അത്രയും എമൗണ്ട്, ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുകയോ ചെയ്യും. അപ്പോൾ അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവിടെ ഒരു ഷുവർട്ടി ഉണ്ട്, നമുക്ക് കിട്ടുന്ന പണത്തിനും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ദിവസത്തിനും എല്ലാം ഒരു ഷുവർട്ടി ഉണ്ട്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഒരു അഡ്വാൻറ്റേജ്. സാധാരണ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതായത് അതിൻ്റെ TDS കട്ട് ചെയ്യും, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടുള്ള ലാഭം കിട്ടുന്നതിനായിട്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നല്ലതാണ്. അതേസമയം തന്നെ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ചെറിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 3 വർഷത്തിന് മേളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിനെയും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മളിട്ട പണം ക്ലോസ് ടു 100% നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അല്ലെങ്കിൽ തന്നെ ബാങ്ക് പൊളിയണം, അങ്ങനെ എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. പക്ഷേ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മളിട്ടിട്ടുള്ള പണം അതിൽ താഴെയാവാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. കാരണം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഉള്ളിൽ മറ്റുള്ള ബോണ്ടുകളും കടപ്പത്രങ്ങളും ഒക്കെ ആയിരിക്കും. അവർ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അല്ലേ? നമുക്ക് 8% ഇൻട്രസ്റ്റ് തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാലത്ത് 8% ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. അതേസമയം തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന് അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ബോണ്ടുകളും കടപ്പത്രങ്ങളും മറ്റുള്ള സംഭവങ്ങളും എങ്ങനെ വളരുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ലാഭമോ നഷ്ടമോ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതലോ കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് ടാക്സേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒരാൾ, ഇതുവരെ അടയ്ക്കാത്ത ഒരാളാണ്, ഇനി അടയ്ക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻകം അത്രയും ഇല്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ബാങ്കിൽ 15G എന്നും 15H എന്നും പറഞ്ഞ് 2 ഫോമുകൾ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൽ ടാക്സ് ഒന്നും പിടിക്കാതെ തന്നെ നമ്മൾക്ക് മൊത്തം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതേസമയം തന്നെ നമ്മൾ പാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. പാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് 40,000 രൂപയിൽ കൂടുതലാണ് ഒരു വർഷം വരുന്നതെങ്കിൽ അതിൽ നിന്ന് 10% പിടിച്ചിട്ട് 10% TDS ആയി പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരിക. അതുപോലെ പാൻ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഒരു വർഷം 40,000 രൂപയിൽ കൂടുതലാണ് ഇൻട്രസ്റ്റ് വരുമാനമെങ്കിൽ നിങ്ങളുടെ
ബാങ്ക് 20% ആ ലാഭത്തിൽ നിന്ന് 20% പിടിച്ചിട്ട് ബാക്കി മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അതിനെയാണ് TDS എന്ന് പറയുക കേട്ടോ. അതേസമയം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ 36 മാസത്തിനുള്ളിലാണ്, അതായത് 3 വർഷത്തിനുള്ളിലാണ് നമ്മൾ പണം പിൻവലിക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന ലാഭത്തിന് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചുള്ള ഇൻകം ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 30% ടാക്സ് ബ്രാക്കറ്റിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2-2.5 വർഷത്തിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിന് 30% ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരാണ്. കാരണം എന്താ, നിങ്ങൾക്ക് 30% നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ്. അതേസമയം 36 മാസത്തിൽ കൂടുതലാണ്, അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ ആണ് നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്, എന്നിട്ടാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% മാത്രമേ ടാക്സ് വരികയുള്ളൂ, ലാഭത്തിൻ്റെ 20%. അതും പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടിയിട്ടാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാലവും ഇന്നത്തെ ദിവസവും തമ്മിലുള്ള ആ ഒരു ടൈം ഡിഫറൻസിലുള്ള പണപ്പെരുപ്പത്തിൻ്റെ തോതും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾക്ക് ലാഭത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുള്ളൂ. അത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നമ്മൾക്ക് ആ ബ്രാഞ്ചിലോ ഓൺലൈനിലോ ഒക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ റീഡീം ചെയ്ത് പണമാക്കി 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് പണമാക്കി കൊണ്ടുവരാം, അല്ലേ? അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഗുണം. അതേസമയം തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾക്ക് പണം നമ്മുടെ കൈ കിട്ടുന്നതിന് 2 മുതൽ 3 ബിസിനസ് ദിവസങ്ങൾ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ തിങ്കളാഴ്ച ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ പിൻവലിക്കാൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുധനോ വ്യാഴമോ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ എമൗണ്ട് വരാനായിട്ടുള്ള സാധ്യത. ചില പ്രത്യേക തരം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ലിക്വിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നെങ്കിൽ. അത്തരം ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് പെട്ടെന്ന് തന്നെ അടുത്ത ബിസിനസ് ദിവസത്തിൽ തന്നെ സാധാരണ നിലയ്ക്ക് നമ്മുടെ പൈസ അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ ചില കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡെബിറ്റ് കാർഡുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾ. അതിലെന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പോലെ നമ്മുടെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 50,000 രൂപ വരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് 50,000 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഫെസിലിറ്റി. അങ്ങനെ പലതരം പുതിയ പുതിയ സ്കീമുകൾ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കത് നോക്കാം. റിട്ടേണിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞല്ലോ, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്, നിങ്ങൾക്ക് ഇത്ര ശതമാനം തരുമെന്നാണ് തന്നിരിക്കുക, മനസ്സിലായില്ലേ? അതേസമയം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ റിട്ടേൺ പല കാര്യങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു, അല്ലേ? അതായത് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബോണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയും, അതിനനുസരിച്ച് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ റേറ്റിംഗ് കുറയും. അതുപോലെ നമ്മളുടെ ചില കമ്പനികളിലുള്ള FDകളൊക്കെ ആണെങ്കിൽ കമ്പനികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, പൈസ കൊടുക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടായിരിക്കും, അല്ലേ? പക്ഷേ ഓവറോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറച്ച് ഉയർന്ന ലാഭം തരുന്നവയാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. പക്ഷേ ചെറിയൊരു റിസ്ക് ഉണ്ട് എന്ന് മാത്രം. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഇടാൻ താല്പര്യപ്പെടുമോ? ഉണ്ടെങ്കിൽ ഉണ്ട്, എന്തുകൊണ്ട് എന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങളതിന് കാരണവും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മറ്റൊരു കാര്യം പറയട്ടെ, പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 6 മാസത്തിൽ താഴെയുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ലിക്വിഡ് ഫണ്ടുകളായിരിക്കും നന്നാവുക. അതേപോലെ 6 മാസം മുതൽ 12 മാസം ഒക്കെ വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾക്ക് അൾട്രാ ഷോർട്ട് ടേം ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുണ്ട്. ഒരു 9 മുതൽ 12 മാസം വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്യുക ഒരു ലോ ഡ്യൂറേഷൻ ഫണ്ടുകളൊക്കെയാണ് സജസ്റ്റ് ചെയ്യുക. പിന്നെ 1 വർഷം 1.5 വർഷത്തേക്ക് ആവശ്യത്തിനായിട്ട് ഷോർട്ട് ടേം ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. 2-3 വർഷത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിഡ് ഷോർട്ട് ടേം ഫണ്ടുകളും ഗിൽറ്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിലെ ഡെറ്റ് സ്കീമുകളിൽ ഇടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ RupeeMonk സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ
ഫോൺ നമ്പറും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും താഴെ കാണുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുള്ള പോലെ തന്നെ നമ്മളുടെ പോസ്റ്റ് ഓഫീസുകളും പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് സ്വീകരിക്കുന്ന വിവിധതരം നിക്ഷേപങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് അത് കാണുന്നതിനായിട്ട് ആ സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടൻറ്റ് തുടർന്നും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക.